ഗവിറ്റീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിലൊരു വെണ്ടയ്ക്ക റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിന് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർക്കണം, അപ്പോഴേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വെണ്ടയ്ക്ക പകുതി വേകുന്നത് വരെ വെളിച്ചെണ്ണയിലൊന്ന് വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി ചേർത്തൊന്ന് വഴറ്റണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് വേണം ടൊമാറ്റോ ചേർത്തൊന്ന് വഴറ്റേണ്ടുന്നത്. പിന്നീട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് 5 മിനിറ്റ് ഒന്ന് അടിച്ച് റോസ്റ്റ് റെഡിയായി. 400 ഗ്രാം വെണ്ടയ്ക്ക നല്ലപോലെ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്, വെള്ളം ഒട്ടും ഉണ്ടായിരിക്കരുത്. ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപാട് കനം കൂടുകയും ചെയ്യരുത്, തീരെ അങ്ങ് കുറഞ്ഞു പോകരുത്. ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്താൽ മതി. ഈ റോസ്റ്റിലേക്കുള്ള മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി പൊട്ടുകടല 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ടീസ്പൂൺ ആയത് 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പുപൊടി, 3 വെളുത്തുള്ളി. വെള്ളം ചേർക്കാമെന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക പകുതി വേകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഏത് ഓയിലാണോ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചാൽ മതി. ഇത്രയും വെണ്ടയ്ക്കയ്ക്ക് ഈ ഒരു അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇനി നമ്മൾ ഇളക്കി അത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പകുതി വേകുന്ന വരെ മതി, അല്ലാതെ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കരുത്. ഇനി ഇതിപ്പോൾ എടുക്കാൻ പാകത്തിനായിട്ടുണ്ട്. അതുപോലെ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ പിഞ്ച് തന്നെ നമുക്ക് വേണം വാങ്ങിക്കേണ്ടുന്നത്. വെണ്ടയ്ക്ക കയ്യിലെടുത്തൊന്ന് അമക്കി നോക്കുമ്പോൾ നല്ലപോലെ ഉടഞ്ഞു വരുന്ന ഈ ഒരു പാകത്തിന് വേണം എടുക്കേണ്ടുന്നത്. പൊടിയായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി 1 കൈ അളവിലെടുത്തതും കൂടി വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കണം. ഇതുപോലെ ചെറിയൊരു ടൊമാറ്റോ പൊടിയായിട്ട് അരിഞ്ഞാൽ കൂടി പിന്നീട് ചേർക്കാം. ഇപ്പോൾ ഉള്ളി നല്ലപോലെ വെന്ത് വഴന്നിട്ടുണ്ട്. പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ മസാലയും കൂടി ഇട്ട് പച്ചമണം പോകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയൊക്കെ ഇപ്പോൾ നല്ലപോലെ മൂത്ത ഒരു മണം വരുന്നുണ്ട്. ഇനി നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കാരണം കുറച്ച് അരിഞ്ഞിട്ടുള്ളത്, അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഞാൻ ചെറിയ ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുളിയായാൽ കൊള്ളത്തില്ല, അതുകൊണ്ടാണ് ഈ ചെറുതെന്ന് പറഞ്ഞത്. പുളി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വലിപ്പമുള്ളത് ചേർക്കാം. അധികം പുളി ഇല്ലാത്തതാണ് നല്ലത്. ഇതിൽ നമ്മൾ പട്ട, ഗ്രാമ്പു അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഈ മസാലയ്ക്ക് തന്നെ നല്ലൊരു മണമുണ്ട്. ഇനിയും വേവിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കാം. വെണ്ടയ്ക്ക ഒരു പകുതി വെന്തിട്ടുണ്ട്. ഇനി മസാലയൊക്കെ ഇടുന്ന നല്ലപോലെ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോൾ വെന്തോളും. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. തക്കാളിപ്പഴത്തെ വെള്ളം ഉണ്ടല്ലോ, അത് മതിയാവും. അത് പോരാന്ന് തോന്നുന്നവർക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിലേ വയ്ക്കാവൂ, തീ ഏറ്റവും കുറച്ച്. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ലപോലെ വെന്തോളും. അതിനുശേഷം കുറച്ച് മല്ലിയില ചേർത്തിട്ട് ഓഫ് ചെയ്യാം. ഇതുപോലൊരു റോസ്റ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് ചോറിൻ്റെ കൂടെ, ഇഡലിയുടെ, ദോശയുടെ ഒക്കെ കൂടെ ഉപയോഗിക്കാം. ഓഫീസിലൊക്കെ പോകുന്നവർക്ക് രാവിലെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു റോസ്റ്റാണ് ഇത്. കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. ഇതുപോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം മസാല അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇതിപ്പോൾ 400 ഗ്രാം വെണ്ടയ്ക്കുള്ള മസാല നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. നല്ലപോലെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാവുകയില്ല. മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം. വെള്ളം ചേർക്കാതെ തന്നെ കട്ടിയിലുള്ളൊരു ഗ്രേവി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പറയാൻ മറക്കല്ലേ. വീണ്ടും കാണാം. താങ്ക് യു.